കോട്ടയം ഗാന്ധിനഗർ സർക്കാർ നഴ്സിംഗ് കോളേജിൽ 6 വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായതായി പോലീസ്. ഇതിൽ 3 വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകി. ഇവരുടെ മൊഴി പോലീസും രേഖപ്പെടുത്തി. ഇടുക്കി ഏലപ്പറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കേസിൽ അറസ്റ്റിലായ 2-3 വർഷ വിദ്യാർത്ഥികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാമുവൽ ജോൺസൺ, ജീവ NS, KP രാഹുൽ രാജ്, C റിജിൽജിത്ത്, വിവേക് NP എന്നിവരെ ഇന്ന് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, വലിയ ക്രൂരമായ ഒരു റാഗിംഗ് ആണ് നടന്നത്. അതിൽ ഓരോ കുട്ടികളും പറയുന്ന പരാതികൾ കേൾക്കുമ്പോൾ തന്നെ ഭയമാകും. നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിക്കുന്നത് എന്താണ്? രുചിഷെ, ക്രൂരമെന്ന് പറയാൻ പോലെ അതിക്രൂരമായിട്ടുള്ള പ്രാകൃത രീതിയിലുള്ള ദേഹോപദ്രവമാണ് ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഗാന്ധിനഗറിൽ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. 1-ാം വർഷ ജനറൽ നഴ്സിംഗ് ബിരുദ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ശാരീരികോപദ്രവം ഉണ്ടായത്. കഴിഞ്ഞ വർഷം നവംബർ മാസം മുതൽ ആരംഭിച്ചിരുന്നതാണ് ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഈ കോളേജ് ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള ഉപദ്രവമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ളൊരു സംഭവം കൂടി അരങ്ങേറിയത്. 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിലേക്ക് സീനിയർ വിദ്യാർത്ഥികൾ കയറിക്കൂടുകയും തുടർന്ന് ആ വിദ്യാർത്ഥിയെ നഗ്നനായി കട്ടിലിൽ കെട്ടിയിട്ടതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് കാലിന്റെ ഭാഗത്ത് കുത്തി പരിക്കേൽപ്പിച്ചു. ശരീരം മുഴുവൻ ബോഡി ലോഷൻ പുരട്ടി ആ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്ത് ഡംബൽ, ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ പോലെയുള്ള ഉപകരണങ്ങൾ കയറ്റി വെച്ചുകൊണ്ട് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും, സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ ഭീഷണി ജൂനിയേഴ്സിന് നേരെ ഉണ്ടായിരുന്നു. അതായത് ഈ വിവരങ്ങളൊക്കെ പുറത്തറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉപദ്രവം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകിക്കൊണ്ട് അവരത് മദ്യം കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് അത് കാണിച്ചുകൊണ്ടുകൂടി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ പരാതി നൽകുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടും, കോളേജ് അധികൃതരെ കാണിച്ചുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന രീതിയിലുള്ള ഭീഷണിയും സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് പണം കൊടുക്കാതായതോടുകൂടി ആ വിദ്യാർത്ഥിയെ ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. ഇതിൽ മനം നൊന്നുകൊണ്ട് ആ വിദ്യാർത്ഥി വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് വിവരം ഇത്തരത്തിൽ കോളേജ് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് കോളേജ് അധികൃതർ യോഗം ചേർന്നതിന് ശേഷം ഈ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പ്രാഥമിക പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം കോളേജ് അധികൃതർ തന്നെയാണ് ഗാന്ധിനഗർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 5 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ടോടുകൂടി ആ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ മെഡിക്കൽ അടക്കമുള്ള ബാക്കി നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇന്ന് തന്നെ ഈ 5 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 3-ാം വർഷ വിദ്യാർത്ഥികളാണ് പിടിയിലായിട്ടുള്ള 5 പേരും. എന്തായാലും ഇവരുടെ അറസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്പം മുമ്പ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള ലിനി ജോസഫ് അവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്യാമ്പസിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ നടന്ന വിവരം തങ്ങൾക്ക് അറിയുകയില്ലായിരുന്നുവെന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഇങ്ങനെ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയോ പ്രതികരണമോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും കോളേജ് അധികൃതർ അറിയിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് വിവരം അറിഞ്ഞത്. അതിന്റെ ശേഷം അതിക്രൂരമായ റാഗിംഗ് ഉണ്ടായത്. എന്തായാലും പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണ്. ഒരു പരാതിയിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ രമേശ്.